അർജുനൻ എഴുന്നേറ്റു. ഏതോ വിഡ്ഢിയായ ബ്രാഹ്മണ യുവാവ് എന്ന് കാഴ്ചക്കാർ കരുതിയിരിക്കണം. ഹസ്തിനപുരത്തിൽ കണ്ടവർ പാറിപ്പറന്ന് കഴുത്തുമൂടുന്ന മുടിയും മുഖത്തും മേലാകെയും ഭസ്മലേപനങ്ങളുമുള്ള ഈ കറുത്ത ബ്രാഹ്മണ യുവാവിനെ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. തലയുയർത്താതെ അഭ്യാസിയുടെ ഉറച്ച അളന്ന കാൽവെപ്പ് കൂടിയില്ലാതെ തെന്നിത്തെന്നി നടന്നടുക്കുന്ന അനുജനെ ഞാൻ ആശങ്കയോടെ പ്രാർത്ഥനകളോടെ നോക്കിയിരുന്നു. ദ്രൗപദിയുടെ മുഖം ഹോമകുണ്ടത്തിനപ്പുറത്തെ തൂണുകളുടെ മറവുകൊണ്ട് എനിക്ക് വ്യക്തമായി കാണാൻ വയ്യ. സ്വർണ്ണ നൂപുരങ്ങളണിഞ്ഞ കാലടികളിലൊന്നു കാണാം. അപ്പോൾ ഞാൻ ദീർഘമായി ശ്വസിച്ചു. അകിൽപ്പുകയോടൊപ്പം താമരപ്പൂവിൻ്റെ സുഗന്ധമുണ്ടോ? ദ്രൗപദി വിയർക്കുകയാണോ? ഒരു ബ്രാഹ്മണ യുവാവെങ്കിലും മത്സരിക്കാനിറങ്ങിയതിൽ ചുറ്റുമുള്ള വൃദ്ധന്മാർ കൂടി ആശ്വസിക്കുന്നുണ്ടെന്ന് തോന്നി ആഹ്ലാദ സ്വരങ്ങൾ കേട്ടപ്പോൾ. മദ്യത്തിൽ നിന്ന് വളരെ അകലെ വില്ലു പിടിച്ചുകൊണ്ട് ഉയർത്തുമ്പോൾ തുലനം തെറ്റിക്കുന്ന ഭാരത്തെപ്പറ്റി അർജുനൻ നേരത്തെ ചിലത് വ്യക്തമായി ഊഹിച്ചു വച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. കർണനേക്കാൾ പ്രയാസപ്പെട്ടു എന്ന് തോന്നി ഞാണുകയറ്റാൻ. അവൻ്റെ ഇടം കൈയിലും ചുമലിലുമായി ശാപം പിടയാതെ ഒതുങ്ങി നിന്നപ്പോൾ ഞാൻ ആവേശഭരിതനായി. തൂണീരവും കൊണ്ട് ഓടിയെത്തിയ സേവകനിൽ നിന്ന് അർജുനൻ ഒരമ്പെടുത്തു. അഗ്രവും പുങ്കവും സൂക്ഷിച്ചു നോക്കിയ ശേഷം ലക്ഷ്യത്തിലേക്ക് നോക്കി. അയാൾ മനസ്സിൽ കണക്കുകൂട്ടുകയായിരുന്നു. മുമ്പിലെ ബ്രാഹ്മണർ എഴുന്നേറ്റപ്പോൾ എൻ്റെ കാഴ്ച മറഞ്ഞു. ഞാനും എഴുന്നേറ്റപ്പോഴേക്ക് സദസ്സിൽ നിന്ന് ആരവമുയർന്നു. മുമ്പിലെ ഈ വൃദ്ധന്മാർ വിജയത്തിൻ്റെ മനോഹരമായ നിമിഷം കാണാൻ അനുവദിച്ചില്ല. നാശം! അർജുനൻ ലക്ഷ്യം കണ്ടിരിക്കുന്നു. നടുക്കവും നിശബ്ദതയുമാണ് സദസ്സിലിപ്പോൾ. ദ്രൗപദി സഹോദരനെയും പിതാവിനെയും നോക്കി പിന്നെ അവരോടൊപ്പം നടന്ന് അർത്ഥസ്മിതയോടെ നിൽക്കുന്ന അർജുനന്റെ മുൻപിലെത്തി. അയാൾ ശിരസ്സു കുനിച്ചപ്പോൾ അവൾ പെരുവിരലുകളിൽ ഉയർന്നു നിന്ന് ഹാരമണിയിച്ചു.